സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നലെയാണ് ചൂരിയിലെ ആസാദ് നഗർ എന്ന് പറയുന്ന വാടക ക്വാർട്ടേഴ്സിൽ ചിന്നുപ്പാപ്പയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സുഹൃത്ത് നിരന്തരം ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇതിനൊരു വ്യക്തത വരൂ. ഏതായാലും വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. പിതാവ് ഗംഗാധരൻ ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആത്മഹത്യയിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ടൗൺ പോലീസാണ് ഇത് സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഈ രേഷ്മ എന്ന ചിന്നുപാപ്പു കാസർഗോഡൻ തനത് ശൈലിയിൽ ഉള്ള വ്ളോഗ് നടത്തുന്ന ആളാണ്. ഇവരുടെ ഇത്തരത്തിലുള്ള മരണം വലിയ ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു വാടക ക്വാർട്ടേഴ്സിലെ ഈ മുറിയിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതിൽ കാണപ്പെട്ടത്. വിവാഹ മോചന കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ ഇവർ ആരോടും ഇത് പങ്കുവെച്ചിരുന്നില്ല. ഇവരുടെ വീഡിയോകളെല്ലാം വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു ഇവരുടെ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. 4 വയസ്സുള്ള ഒരു മകനുണ്ട്. 24 വയസ്സാണ് രേഷ്മയ്ക്ക്. എന്തായാലും ഈ പ്രേമവിവാഹമായിരുന്നു ഇവരുടെ നേരത്തേത്. അത് വലിയ തോതിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് അത് ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇവരുടെ കുടുംബ വീട്ടിൽ നിന്നും മാറി ഇത്തരത്തിൽ കാസർഗോഡ് നഗരത്തിലുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരുടെ വ്ളോഗുകളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഇവരും ഈ സുഹൃത്തും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സുഹൃത്തിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടക്കുന്നത്. ഇത് സുഹൃത്തുക്കളുടെയും ഒപ്പം കുടുംബത്തിന്റെയും മൊഴി ഇതോടൊപ്പം പോലീസ് രേഖപ്പെടുത്തും. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരൂ. അതിന് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷമായിരിക്കും പോലീസിന്റെ കൂടുതൽ വ്യാപകമായുള്ള അന്വേഷണം നടക്കുക. അതിനു മുമ്പ് ഈ സുഹൃത്തിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് നൽകുന്ന വിവരം. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.